അത് ഈ എലിഫന്റ് ഡ്യൂട്ടി, ഇതൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ്, അത് ഇതൊക്കെ ചെയ്യാൻ ഒരു പട്ടി ഇപ്പൊ പോണില്ല എന്നുള്ളതാണ്. അതായത് പോയി ആനയുടെ കുത്തുകൊണ്ട് ചത്ത റിസ്ക് അലവൻസ് പോലും എടുത്ത് ആനയെ കളഞ്ഞിരിക്കുന്ന, മാത്രമല്ല നാട്ടുകാരുടെയും കുത്തി ചിലപ്പം കിട്ടും. റിസ്ക് അലവൻസ് പോലും ഇല്ലാത്തൊരു വിഭാഗമാണ് ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ക്ലാസ് ഫോറുകാർക്ക് വരെ റിസ്ക് അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ ആനയും പാമ്പിനെയും ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടർമാർക്ക് റിസ്ക് അലവൻസ് ഇല്ല. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശമ്പളവും തന്നിട്ട് ഡോക്ടർമാരുടെ തൊഴിൽ ചെയ്യണമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാനൊന്നാമത് ഫാം മാനേജ്മെന്റ് ആണ് എന്റെ സ്പെഷ്യലൈസേഷൻ. ഒരൊറ്റ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് പോലും ഇന്നും വകുപ്പിലില്ല എന്നുള്ളത് വേറൊരു അഭിമാനാർഹമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു സാധനം. എന്നാൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സെക്ടറിൽ പ്രൈവറ്റിനോട് കടപിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഇതുവരെ സർവീസുകൾ കൊടുത്തു പോയിട്ടുള്ളത്. കാരണം ഈ പാവം പിടിച്ച ജനങ്ങളോട് നമ്മൾ ഈ വാശി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. 5 രൂപ കയ്യിലെടുക്കാനില്ലാത്ത ആളുകളുടെ വരുമാന മാർഗമാണ് മിക്കയിടത്തും ഈ പറയുന്ന, അതായത് ലിവിങ് ക്യാഷ് ബാങ്കുകളാണ് ആളുകൾക്ക് ആടും പശുവും ഒക്കെ. അത് അത്യാവശ്യം വരുമ്പോ അത് വിറ്റ് കിട്ടുന്ന അതുകൊണ്ട് ഈ പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഇന്ന് നേതൃനിരയിൽ വരെ ഉണ്ട്. അപ്പം ഒരു നന്ദിയും കിട്ടാത്ത, അവഹേളനം മാത്രം കേൾക്കുന്ന ഒരു വകുപ്പിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതില് ഈ പറയുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഇതിലുമൊക്കെ സ്പെഷ്യലിസ്റ്റുകളുടെ ഒന്നും വാക്കുകൾക്കോ പിന്നെ അഭിപ്രായങ്ങൾക്കോ ഒന്നും പട്ടിയുടെ വില പോലും ഇല്ലാത്ത നാടാണ്. പിന്നെ ചെന്ന് ചാവാം. ഇതില് ഈ അടുത്ത് ഞങ്ങളുടെ ഒരു സീനിയറാണ് ഈ ആനയെ വെടിവെക്കാൻ പോയി. അത് ആന തിരിഞ്ഞോടി ഓടി വന്ന് ഇയാളെ കുത്തിക്കൊന്നു. ആശാനാണെങ്കിൽ ഇതുപോലെ വലിയ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വലിയ താല്പര്യമുള്ള ടീമായതുകൊണ്ട് പ്രൊബേഷൻ പോലും ഇത് ചെയ്തിട്ടില്ല. അതായത് മറ്റേ ഇത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അത് ഇത് എഴുതല പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അറിയാലോ, കുറെ ഫോർമാലിറ്റി. അപ്പൊ കേറിയ കേഡറിൽ തന്നെ എനിക്ക് തോന്നുന്നത് റിട്ടയർ ചെയ്ത ആന റിട്ടയർ ചെയ്യിച്ച ഡോക്ടർക്ക് ബാക്കിയുള്ളവരെല്ലാം കൂടെ പിരിവെടുത്ത് കൊടുത്ത പൈസയും കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പൊ ഇതാണ് ആക്ച്വലി ഈ വകുപ്പിലെ അവസ്ഥ. പിന്നെയാണ് ആനയുടെ അവസ്ഥ. അപ്പോ ഇതൊന്നും പക്ഷെ ജനത്തിന് അറിയില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ആകെ ഒരു 3 or 4 ഗസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഓഫീസറാണ്. പിന്നെ ഗസ്റ്റ് ഓഫീസർമാരുടെ എണ്ണം കൂടി, ബാക്കിയുള്ളവരുടെയൊക്കെ ശമ്പള വേതന വ്യവസ്ഥകൾ കൂടി, ഈ ക്ലാസ് 4ഉം ക്ലാസ് 1ഉം തമ്മിലുള്ള അന്തരമൊക്കെ ഇപ്പം തുലവും കുറഞ്ഞു. പക്ഷെ ഈ സ്വഭാവ രീതികളിലൊന്നും യാതൊരു വ്യത്യാസവും സർക്കാർ സംവിധാനങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് തമാശ. അപ്പൊ ഇതിനകത്ത് ശാസ്ത്രീയമായ പരിപാലനം അല്ലെങ്കിൽ ശാസ്ത്രീയമായ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മേഖലയിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പഴയത് എന്താണോ അതുപോലെ തനിയാവർത്തനം നടത്തി എങ്ങനെയെങ്കിലും ജീവിച്ചു കൂട്ടുക, പെൻഷൻ എത്തുന്നത് വരെ. ആദ്യത്തെ ഒരു 4-5 വർഷമൊക്കെ ഫൈറ്റ് ചെയ്യും ഈ കയറി വരുന്ന തിളപ്പിലും വാശിയിലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളവരെ അട്ടപ്പാടിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് മെരുക്കും എന്നെ പോലെ. അത് കഴിയുമ്പോ പിന്നെ സുഖകരമായി എങ്ങനെയാണ് ഈ സർക്കാർ സർവീസ് കൊണ്ടുപോകേണ്ടതെന്ന് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പെൻഷൻ എത്തുന്നത് വരെയുള്ള ഒരു ഒഴുക്കിലേക്ക് വഴുതി മാറുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്നത്. കാരണം ബുദ്ധിയുള്ളവർക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ സ്വന്തം ജീവിതം നശിപ്പിക്കുകയും അതിൽ നിന്ന് ഒരു പ്രയോജനവും വരാതെ, ഇപ്പൊ നമ്മൾ പോയി ജയിലിൽ കിടന്നിട്ട് എന്തെങ്കിലും കാര്യം നടക്കുമെങ്കിൽ അതിലൊരു രസമുണ്ട്. ഗാന്ധി ജയിലിലേക്ക് കിടന്നിട്ട് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ അയാള് ഏത് 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 ലെവൽ പൊട്ടനായിട്ട് അറിയപ്പെട്ടന്നെ. അതാണ് ഒരവസ്ഥ. അപ്പൊ ഇതിനകത്ത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, കാട്ടിലെ ആവാസ വ്യവസ്ഥ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ജീവികളുടെയും ഒരു കാട്ടിൽ എത്ര ജീവികൾക്ക് ആവാസത്തിന് വകുപ്പുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ കൂടുമ്പോൾ അത് നിയന്ത്രിക്കണം. പിന്നെ ഈ മനുഷ്യരുടെ കയ്യേറ്റം, ഇപ്പൊ ഈ കോറിഡോറുകൾ, മൃഗങ്ങൾക്ക് സഞ്ചരിക്കുന്ന വഴികളുണ്ട്, സഞ്ചാരപാതകളുണ്ട്. അത് തലമുറകളായിട്ട് അവര് പിന്തുടരുന്നതാണ്. ഇപ്പൊ ആനയുടെയൊക്കെ ആയുസ് തന്നെ 40-50 വർഷമാണ്. അപ്പം ഈ അവരുടെ മുൻകാല കാരണവന്മാര് പോയ വഴിയെ തന്നെയാണ് അവര് പോകുന്നത്. അപ്പൊ ഒരു തവണ പോകുമ്പോ അവിടെ വീട് കെട്ടി വയ്ക്കുക,
മതിൽ കെട്ടി വയ്ക്കുക, അവിടെ ഒരു പാടം ഉണ്ടാവുക. ഇനി പാടങ്ങളിൽ ഉണ്ടാകുന്നത് അവർക്ക് വായിൽ വെള്ളം ഊറുന്ന സാധനങ്ങളാണ്. പണ്ട് ഈ റബ്ബറിന് ഇതുണ്ടായിരുന്ന കാലത്ത് ഈ കാടുകൾക്ക് ചുറ്റും ഈ റബ്ബർ മേഖല വരുമ്പോൾ വലിയ വിഷയമില്ല, കാരണം അത് തിന്നാൻ പറ്റുമല്ലോ. റബ്ബർ തിന്നാൻ പറ്റാത്തത് കൊണ്ട് അത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റബ്ബർ തന്നെ ആളുകൾ എടുത്ത് കളഞ്ഞ് അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ വിളകൾ വരുത്തുമ്പോൾ ഈ പറയുന്ന പിന്നെ കാട്ടിലെന്നാ ഒന്നും തിന്നാനും ഇല്ല. ഈ പറയുന്ന മഴയുടെ കുറവ്, വരൾച്ച, ഈ മാതിരി പ്രശ്നങ്ങൾ വരുമ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളുടെ എണ്ണം കുറയുന്നു, പുല്ല് വളർച്ച കുറയുന്നു, അതുപോലെ പിന്നെ ആഹാരം കിട്ടാനില്ലാതെ വരുന്നു. അപ്പൊ വിശപ്പിന്റെ വിളി മനുഷ്യനായാലും മൃഗത്തിനായാലും ഒരുപോലെ അല്ലേ? അവര് നോക്കുമ്പോൾ നല്ല രുചികരമായ സാധനം ഇവിടെ ഇരിക്കുന്നു. പിന്നെ ആനയെ പോലെയുള്ള ജീവികൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ട്. പിന്നെ ഈ കറണ്ട് കമ്പിയൊക്കെ അവര് അടിച്ചു പൊളിക്കുന്നത്, ഈ ഒരു തവണ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് അവര് പഠിക്കുന്നത്, സ്വയം പഠിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്തൊക്കെ നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവന്നാലും ഈവൻ ശബ്ദങ്ങൾ പോലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏതാണ് സ്വാഭാവികം ഏതാണ് കൃത്രിമം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള ബോധവും ബുദ്ധിയൊക്കെ ഒരുമാതിരി മൃഗങ്ങൾക്കെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിലൊക്കെ പിന്നെ ഈ പറയുന്ന വനവാസികൾ, ഈ ആദിവാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിന് അവിടെ ഓൾറെഡി കാടുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്നവരെ അതില് ശാസ്ത്രീയമായിട്ട് അവരുടെ ആ മേഖലയിൽ പറ്റിയ രീതിയിലുള്ള അറിവുകൾ കൊടുത്ത് കാടിനെ സമ്പുഷ്ടമാക്കുന്ന കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്തി ഇതിനൊക്കെ സുഖമായിട്ട് പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഈ പറയുന്ന രാഷ്ട്രീയ സമീപനം എന്ന് പറയുമ്പോൾ എല്ലാം ഈ പിന്നെ ചെറിയ മുറിവായിരിക്കുമ്പോൾ ഒന്നും ചെയ്യരുത്. അത് വന്ന് ഈച്ചയൊക്കെ വന്ന് പിന്നെ ഈ മുട്ടയിട്ട് അതൊരു മാഗട്ട് ഉണ്ടായി, ആ മാഗട്ട് ആ ദശയൊക്കെ കടിച്ച് പറിച്ച് ഒരു വലിയ കുണ്ടായി. ആ കുണ്ട് പിന്നെ ഏകദേശം കയ്യോ കാലോ വെട്ടാനുള്ള പരുവത്തിലുള്ള ഒരു സാധനമായി മാറുമ്പോഴാണ് എന്തെങ്കിലും ഇടപെടാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ മഹാന്മാരായ ജനങ്ങളുമായിട്ട് ഇടപെട്ട് കഴിയുമ്പം രാഷ്ട്രീയക്കാരുൾപ്പെടെ പഠിക്കുന്ന പാഠം. അതായത് എന്തെങ്കിലും ഒരു അപകടം മുൻകൂട്ടി കണ്ട് നേരത്തെ കണ്ട് കൂട്ടിക്കണ്ട് പ്രവർത്തിക്കുന്നവനെ എന്താണ് എല്ലാരും കൂടി ആക്രമിക്കുന്ന രീതിയാണ്. അത് അവനെ എന്തോ വ്യക്തിപരമായ താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ കാണുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ദോഷം അറിഞ്ഞ് അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചത്തു കഴിയുമ്പോൾ കുറച്ച് തലമുറയൊക്കെ ഉണ്ടാക്കും. അത് വേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് സാധ്യത. ഈ പിന്നെ ഒരു ടൈം പാസ് ആണ് എല്ലാം, മലയാളിക്ക് എല്ലാം ഒരു ടൈം പാസ് ആണ്. അല്ലാതെ വലിയ ഗൗരവമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് അതിനൊരു പരിഹാരം കണ്ടെത്തി അത് പിന്നെ ഉണ്ടാകരുതെന്നുള്ള വാശിയൊന്നും മലയാളിക്ക് ഇതുവരെ ഉള്ളതായിട്ട് ഞാൻ എൻ്റെ പരിമിതമായ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയാണ് തൽക്കാലം പറയാനുള്ളത്. വീണ്ടും വീണ്ടും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഒഴിവ് സമയം കിട്ടിയോണ്ട് അത് പറയുന്നു. താങ്ക്സ്.